ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കിലെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം, പല റെസൊല്യൂഷനുള്ള കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ എഡിറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം ഞാൻ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പല രീതിയിൽ ആഫ്റ്റർ എഫക്ട്സിൽ പുതിയ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞൊരു മെനു ഉണ്ടാകും. ഇത് ക്ലിക്ക് ചെയ്യാം, ഇതിൽ ന്യൂ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+N പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വിൻഡോ വരും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ ഇങ്ങനൊരു വിൻഡോ വന്നു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, ആദ്യം മുതൽക്ക് തന്നെ നിങ്ങൾ ഇവിടെ ഫയൽ നെയിം കൊടുത്തു പോവുക. ജസ്റ്റ് ഓക്കെ കൊടുക്കാതെ ഇവിടെ എന്താണ് ഫയൽ നെയിം കൊടുത്തേക്കുന്നത് എന്നുള്ള ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുക്കുകയാണ്, Project 01 ഒരു പേര് കൊടുത്തു. ഇനി ഇതിൻ്റെ അകത്തുണ്ട് ബേസിക്കിൻ്റെ അകത്ത് ബേസിക് ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്, 3D റെൻഡർ ഉണ്ട്. ബേസിക് നിൽക്കുക. ഇനി പ്രീസെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പല ടൈപ്പുള്ള റെസൊല്യൂഷൻ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിലോട്ടുള്ള പല റെസൊല്യൂഷൻ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ 2K ഫിലിമാണ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ 2K യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് HD ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നെങ്കിൽ HD ചൂസ് ചെയ്യാം. അപ്പം അങ്ങനെ പല ടൈപ്പിലുള്ള റെസൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ HD 24 ചൂസ് ചെയ്യുകയാണ്. അതായത് നമ്മൾ നോർമലി ഫുൾ എച്ച് ഡി എന്ന് പറയുന്ന റെസൊല്യൂഷൻ 1920x1080 ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫുൾ എച്ച് ഡി എന്ന് പറയുന്ന റെസൊല്യൂഷൻ. ഓക്കെ, ഇപ്പം നോർമലി നമ്മൾ ഒരുമാതിരിപ്പെട്ട ഇപ്പം മൂവിയും കാര്യങ്ങളും നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത മൂവിയൊക്കെ ഉണ്ടാവില്ല, ആ മൂവിയൊക്കെ ഓൾമോസ്റ്റ് ഈ ഒരു റെസൊല്യൂഷനിലായിരിക്കും. ഓക്കെ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഫോണിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം ഒരു സ്ക്വയർ ഒരെണ്ണം വേണം. ഒരു സ്ക്വയർ നിങ്ങൾ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ക്വയർ ആയിട്ടൊരു ഇതായിരിക്കും വേണ്ടത്. ആ സമയത്ത് നിങ്ങൾ കസ്റ്റം കൊടുക്കുക. കസ്റ്റം കൊടുത്തിട്ട് ഇപ്പം നിങ്ങളിത് 1080/1080. അപ്പോൾ ഇത് ലോക്ക് ആയതുകൊണ്ടാണ്, കസ്റ്റം കൊടുക്കുക. ഇവിടുത്തെ ലോക്ക് ഓഫ് ആക്കുക. 1080/1080. അപ്പോൾ നമുക്ക് സ്ക്വയറിലുള്ളൂ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ 1:1 ആണ്. അതായത് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് 1/1 എന്നുള്ള രീതി കിട്ടും. അതുകൊണ്ടാണ് ആസ്പെക്ട് റേഷ്യോ 1:1 എന്നുള്ള രീതി നമുക്ക് കിട്ടി. ഇനി സ്ക്വയർ പിക്സൽ ആസ്പെക്ട് റേഷ്യോ സ്ക്വയർ പിക്സൽ തന്നെയായിരിക്കണം കിടക്കേണ്ടത്. ഇനി ഫ്രെയിം റേറ്റ് 24 frames per second ആണ് കിടക്കുന്നത്. എന്തുകൊണ്ടാണ് പലരും യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ 60 frame per second ഉണ്ട്, 120 ഉണ്ട്. അതായത് ഫ്രെയിം ഇപ്പോൾ 120 ആണ് എടുത്തെങ്കിൽ നമ്മുടെ വീഡിയോ കുറച്ച് സ്ലോ മോഷനിലായിരിക്കും കിട്ടുക. അത് നമ്മൾ വീഡിയോ ക്യാമറയിലൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് കാണാം 60 FPS ഉണ്ട്, 120-120 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഭയങ്കര സ്ലോ മോഷൻ ആയിട്ടുള്ള ഫുട്ടേജ് എടുക്കാൻ പറ്റും. അതായത് ഇതിനർത്ഥം ഒരു സെക്കൻഡ് ഉള്ള വീഡിയോയിൽ 24 ഇമേജസ് ഉണ്ടായിരിക്കും എന്നാണ് ഇതിനർത്ഥം. ഇനി 30 ഉണ്ട്. 30 ആണെങ്കിൽ ഒരു സെക്കൻഡ് വീഡിയോയിൽ 30 ഫ്രെയിംസ് ഉണ്ട്. 30 ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ 30 ഇമേജസ് ഉണ്ടാവും. ആ 30 ഇമേജസ് കൂടുമ്പോഴായിരിക്കും ഒരു സെക്കൻഡ് വീഡിയോ ഉണ്ടാകുന്നത്. അതാണ് കാണിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് റെസൊല്യൂഷൻ ഫുള്ളോ ഹാഫോ എന്നുള്ള കേസ്, അത് നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ നോക്കാം. ഇത് ഞാൻ ഫുള്ള് കൊടുത്തു. ഇനിയുള്ളത് ഡ്യൂറേഷൻ എത്ര സെക്കൻഡാണ് നിങ്ങളുടെ വീഡിയോയുടെ ലെങ്ത് വേണ്ടുന്നത്. ഇപ്പോൾ കിടക്കുന്നത് 1 സെക്കൻഡാണ്. 1 സെക്കൻഡാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2 സെക്കൻഡാണ്, 5 സെക്കൻഡാണ്. ഇവിടെ 5 സെക്കൻഡുള്ള വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇതനുസരിച്ച് ഇവിടെ മാറ്റാം, അവേഴ്സ് ആക്കാം, ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഇത് 5 സെക്കൻഡുള്ള വീഡിയോ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് 60 ആക്കുവാണെങ്കിൽ 1 മിനിറ്റുള്ള വീഡിയോ ഇവിടെ ക്രിയേറ്റ് ആവും. മനസ്സിലായോ? അതിനുശേഷം ഈ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന കോമ്പോസിഷൻ്റെ കളർ എന്ത് വേണം, നിങ്ങൾക്ക് എന്ത് കളർ വേണമെങ്കിലും ഇവിടെ ചൂസ് ചെയ്യാം. റെഡോ ബ്ലാക്കോ എന്ത് വേണമെങ്കിലും. കളർ സ്പെക്ട്രം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കളർ ഇവിടുന്ന് ചൂസ് ചെയ്ത് കളർ വേണം. ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ ചൂസ് ചെയ്തു. ഇനി ആ ഗ്രീനിൻ്റെ വേറെ കളേഴ്സ് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഡ്രാഗ് ചെയ്താൽ മതി. ഇനി വേറെ കളർ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇത് കണ്ടോ, ഇത് വെച്ചിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇത് കണ്ടോ, ഇവിടെ ഉള്ള ഓരോ കളേഴ്സ് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് വേറെ ഇമേജൊക്കെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമേജിൽ നിന്നൊക്കെ നമുക്ക് കളർ പിക്ക് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഈ ഓപ്ഷൻ. ഇപ്പം ജസ്റ്റ് ഈ കളർ ചൂസ് ചെയ്ത് ഓക്കെ കൊടുത്തു. ഇനി ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ 2-3 ടാബും കൂടെ ഉണ്ട്. ഒന്ന് അഡ്വാൻസ്. ഈ അഡ്വാൻസിൻ്റെ കേസുകളെക്കുറിച്ച് ഇത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. പിന്നെ മോഷൻ ബ്ലർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇട്ടേക്കുവാണ്. പിന്നെയുള്ള 3D റെൻഡർ. ഈ 3D റെൻഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ആഫ്റ്റർ എഫക്ട്സ് ഒരിക്കലും ഒരു 3D സോഫ്റ്റ്വെയർ അല്ല. പക്ഷേ എന്നാലും 3D സപ്പോർട്ട് ചെയ്യും. 3D പ്ലഗിൻ സപ്പോർട്ട്. അതിൻ്റെ പേരിലാണ് ഇത് ക്ലാസിക് 3D എന്ന് മാത്രം പറഞ്ഞിരിക്കുന്നത്. ഇനിയുണ്ട് ഈ ആഫ്റ്റർ എഫക്ട്സുമായിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സിനിമ 4D.
അതായത് ഇവർ സിനിമ 4ഡിയും ഈ ആഫ്റ്റർ എഫക്ട്സും അഡോബി തമ്മിൽ മാക്സോൺ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് സിനിമ 4ഡിയും പ്ലസ് ഈ അഡോബി കമ്പനിയും തമ്മിലൊരു ടൈപ്പിലൂടെ ഒരു 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 പ്ലഗിൻ ഇവർ ഇതിൻ്റെ അത് ബൈ ഡിഫോൾട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് സിനിമ 4ഡിയിലുള്ള 3D മോഡൽസിനെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ കൊണ്ടുവന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ, അങ്ങനെ ഒരു വർക്ക് സ്പേസിന് വേണ്ടിയാണ് ഈ സിനിമ 4D എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തൽക്കാലം വേണ്ടി ക്ലാസിക് 3D തന്നെ കടന്നാൽ മതി. ജസ്റ്റ് ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ആവും. ഞാൻ നമ്മൾ സ്ക്വയർ ആണ് കൊടുത്തതിൻ്റെ പേരാണ് സ്ക്വയർ രീതിയിലുള്ള ഒരു കോമ്പോസിഷൻ റെഡ് കളർ ക്രിയേറ്റ് ആയി. നമ്മൾ നേരത്തെ കൊടുത്ത ഫയലിൻ്റെ പേര് ഓർക്കുന്നുണ്ടോ? Project 01. ആ Project 01 എന്ന് പറയുന്ന സാധനം ഇതുകൊണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രൊജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയി. ഇത് ഒരു രീതിയിലാണ് ഒരു രീതി ക്രിയേറ്റ് ചെയ്തൊരു മെത്തേഡാണ്. അതുപോലെ അത് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്? ഇവിടുന്ന് ന്യൂ എടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമുക്കിത് ഇതുവഴിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സെയിം വിൻഡോ തന്നെയായിരിക്കും വരിക. ഇപ്പം ഞാൻ കൊടുക്കുകയാണ്. ഇത് ഞാൻ കൊടുക്കാൻ പോകുന്നത് 2024 കൊടുത്തു. ഓക്കെ, ഇത് Project 2 എന്ന് കൊടുക്കുകയാണ്. Project 2 ഇതൊക്കെ കൊടുത്തു. നോക്കിക്കേ, ഇനി ഇതുണ്ട് Project 1 സ്ക്വയർ ആണ്. അത് Project 1 ഡബിൾ ക്ലിക്ക് കൊടുത്താൽ Project 1 പോകും. Project 2 എന്ന് പറയുന്നത് ഫുൾ HD ആണ്. മനസ്സിലായോ? ഇനിയുള്ള കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊന്ന് എനിക്ക് എഡിറ്റ് ചെയ്യണം. എനിക്ക് ഈ റെഡ് മാറ്റിയിട്ട് ഗ്രീൻ ആക്കണം. എന്ത് ചെയ്യും? ഇത് ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, കോമ്പോസിഷൻ സെറ്റിങ്സ് എടുക്കുക. ഇതുണ്ടോ, ഇവിടെ സെലക്ട് ചെയ്യുക, കോമ്പോസിഷൻ സെറ്റിങ്സ് എടുക്കുക. കോമ്പോസിഷൻ എടുത്തിട്ട് പിന്നെ എനിക്കിത് ജസ്റ്റ് ഗ്രീൻ ആക്കി ഓക്കെ കൊടുത്തു. ഇത് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്രൊജക്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ പ്രൊജക്റ്റ് ഈ ഐക്കൺ ഇവിടെ വന്നിട്ടുണ്ട്. മനസ്സിലാക്കി, ഇതൊരു കോമ്പോസിഷനാണ്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ഫോട്ടോഷോപ്പിൽ നമ്മൾ ഓരോ പേജസ് എടുത്തല്ലേ വർക്ക് ചെയ്യുന്നത്. പേജസ് എടുത്താണ് വർക്ക് ചെയ്യുന്നത്. ആ ഓരോ പേജിനെയും നമ്മൾ കോമ്പോസിഷൻ എന്നായിരിക്കും പറയുക. ഫോർ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഫോട്ടോഷോപ്പിൽ ഇതൊരു പേജാണ്. ഇതിനെ ഒരു കോമ്പോസിഷൻ എന്നാണ് പറയുന്നത്. ഇത് വേറൊരു കോമ്പോസിഷനാണ്. ഇത് ഫോട്ടോഷോപ്പിൽ നമ്മൾ പേജ് എന്ന് പറയും, ആഫ്റ്റർ എഫക്ട്സിൽ അതിനെ കോമ്പോസിഷൻ എന്ന് പറയും. മനസ്സിലായോ? ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഓരോന്നും ഓരോ ലെയറായിട്ടാണ് വരിക അല്ലേ. അതുപോലെ നമ്മൾ ആഫ്റ്റർ എഫക്ട്സിൽ ഓരോ ലെയറായിട്ടായിരിക്കും ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അത് ഓർത്തത് ജസ്റ്റ് കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ 2 പേജ് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതേപോലെ നമുക്ക് 2 പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഒരെണ്ണം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് പച്ച വേണ്ട, ജസ്റ്റ് ഡിലീറ്റ് ആയി. ഇപ്പോൾ നമുക്കൊരു കോമ്പോസിഷൻ ഉണ്ട്. ഇനി എങ്ങനെ ഇപ്പോൾ ഈ കോമ്പോസിഷൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സൈസിലൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇനി എങ്ങനെ ഒരു കോമ്പോസിഷൻ വീഡിയോയ്ക്ക് അനുസരിച്ച് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി നമുക്ക് ആദ്യം വീഡിയോ ഇമ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇമ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ പഠിക്കണം. ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മൾ ഈ ഫയൽസിനെ ഓർഗനൈസ് ചെയ്യുന്ന രീതിക്കാണ്. ഇല്ലെങ്കിൽ അവസാനം നമ്മൾ വലിയ പ്രൊജക്റ്റാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും പ്രൊജക്റ്റ് അറേഞ്ച് ചെയ്യാനും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂഷ്വലി എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പം ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഫൂട്ടേജസ് അല്ലെങ്കിൽ അസറ്റ്സ് എന്ന് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഈ അസറ്റ്സിനകത്ത് ഞാൻ വീണ്ടും ഇത് സെലക്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ അകത്ത് ഫോൾഡർ ക്രിയേറ്റ് ആവും. ഇതിൻ്റെ അകത്ത് ഇത് ചിലപ്പോൾ നമ്മൾ അല്ലെങ്കിൽ വെറുതെ ഇവിടെ ന്യൂ ക്രിയേറ്റ് ചെയ്യണം, പുറത്തായിരിക്കും ക്രിയേറ്റ് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഡ്രാഗ് ചെയ്തിട്ട് റീനെയിം ചെയ്യണമെന്നുണ്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക, റീനെയിം. ഞാൻ ഇതിൻ്റെ പേര് വീഡിയോസ്. ഇപ്പോൾ വീഡിയോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരിക. ഇനി ഇമേജസ് ആണെങ്കിലോ ഇമേജസ് ഇതിലോട്ട് കൊണ്ടുവരും. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വീണ്ടും PNG ഇമേജസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യും. ഇതിൻ്റെ അകത്ത് വീണ്ടും വേണമെങ്കിൽ ഇനി ഞാൻ പറയുകയാണ് ഓഡിയോ വേണമെന്ന് സെലക്ട് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം, ഓഡിയോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേറെയുള്ള ഇപ്പോൾ ഒരു കോമ്പോസിഷൻ ഉണ്ടല്ലോ, ഇതുപോലെ നമുക്ക് പല പേജസ് നമ്മൾ ഫോട്ടോഷോപ്പിലാണ് പല പ്രോജക്റ്റ് ക്രിയേറ്റ് പല പേജ് ക്രിയേറ്റ് ചെയ്യുമല്ലോ. അതുപോലെ വീഡിയോയ്ക്ക് വേണ്ടി ഒത്തിരി കോമ്പോസിഷൻ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം, കോംബ്. എന്നിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത കോമ്പിന് ഇതിനകത്തോട്ടിടുക. അപ്പോൾ അതൊക്കെ എത്ര ഓർഗനൈസ് ആയി. അതായത് നമുക്ക് ഒത്തിരി ഫയൽസ് ഇവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് കൺജസ്റ്റഡ് ആവില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇങ്ങനെ സാധനം ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ഇമേജ് ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇമേജ് വീഡിയോ ഓഡിയോ എന്ത് ഫയലാണ് നമുക്ക് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ള കേസ് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഇപ്പം എനിക്ക് ഇവിടോട്ട് ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോൾഡറിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫോൾഡറിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഫോൾഡറിന് വെളിയിൽ ഇമ്പോർട്ട് ചെയ്യണം. എവിടെയാണോ വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അല്ലെങ്കിൽ ഈ വീഡിയോക്കകത്താണ് വേണമെങ്കിൽ വീഡിയോ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഫയലിൽ പോവുക, ഇമ്പോർട്ടിൽ പോവുക. ഇതിൻ്റെ അകത്ത് 2 ഓപ്ഷൻ ഉണ്ട്, ഫയലും ഉണ്ട്, മൾട്ടിപ്പിൾ ഫയലും ഉണ്ട്. ഫയൽ എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ നമുക്ക് അറ്റ് എ ടൈം ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടിപ്പിൾ ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് ഞാൻ 2 ഇമേജും 2 വീഡിയോയും എടുത്ത് ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത്
ഒരത്ത് അത് ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് അടിച്ച് അവസാനത്ത് ക്ലിക്ക് ചെയ്ത് ആ റേഞ്ചിലുള്ള എല്ലാം സെലക്ട് ആവും. അതിനുശേഷം ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ നോക്കിയേ, രണ്ട് ഇമേജും രണ്ട് വീഡിയോ ഇമ്പോർട്ടായി. ഇനി എനിക്ക് ഇതിനെ ഓർഗനൈസ് ചെയ്യണം. ഇമേജിനെ എടുത്ത് ഇമേജിൻ്റെ ഫോൾഡറിലിടുക, വീഡിയോനെ എടുത്ത് വീഡിയോ ഫോൾഡറിലിടുക. ഓക്കെ, ഇനി നോക്കാം എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഈ റെഡ് ഇത് ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മാത്രമാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോനെ സെലക്ട് ചെയ്തിട്ട് ഈ കോമ്പോസിഷനിലോട്ട് ഡ്രാഗ് ചെയ്തിടുക. കണ്ടോ, ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ആയിരിക്കുന്നുണ്ടോ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ സെലക്ട് ചെയ്ത് വീഡിയോയുടെ റെസൊല്യൂഷൻ നോക്കാം. 1920x1080. നമ്മൾ ആ റെസൊല്യൂഷൻ തന്നെയായിരുന്നു നേരത്തെ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. കണ്ടോ, ഇവിടെ ഞാൻ നേരത്തെ ചൂസ് ചെയ്ത് തരുന്നത് ഏതായിരുന്നു? ഈ റെസൊല്യൂഷനായിരുന്നു. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോമ്പോസിഷൻ്റെ റെസൊല്യൂഷനും ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോയുടെ റെസൊല്യൂഷനും ഈക്വൽ ആയതുകൊണ്ടാണ് ഈ സാധനം ഇതിൻ്റെ അകത്ത് ഫിറ്റ് ആയത്. ഇപ്പോൾ ഞാൻ വേറൊരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇത് പ്രോജക്റ്റ് 2 എന്ന് കൊടുത്തു. ഓക്കെ, ഈ കോമ്പോസിഷൻ ഇവിടെ ഡ്രാഗ് ചെയ്തിട്ടു. അപ്പോൾ ഇതൊരു ഫുൾ HD കോമ്പോസിഷനാണ്. ഞാൻ ഇതിലോട്ട് ഈ വീഡിയോ ആണ് ഡ്രാഗ് ചെയ്തിട്ടു. ഓക്കെ, ഈ വീഡിയോയും ഉണ്ടോ, അതായത് ഫുൾ HD ആയിട്ടുള്ള, ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫുൾ HD ആയിട്ടുള്ള സാധനമായിരിക്കും. ചില സമയത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ നമ്മുടെ കോമ്പോസിഷനെക്കാട്ടിലും വലുതാണെന്ന് വെക്കുക. ചിലപ്പോൾ ഞാൻ വലിയ വീഡിയോ ആണെന്ന് വെക്കുക. അപ്പോൾ നമുക്ക് അത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഇപ്പോൾ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ ലെയർ ക്രിയേറ്റ് ആവും. കണ്ടോ, ഡ്രാഗ് ചെയ്തിട്ടപ്പോൾ ഒരു ലെയർ ക്രിയേറ്റ് ആവും. ഈ ലെയർ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ വീഡിയോ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ക്ലിക്ക് ചെയ്താലും ഈ ലെയർ തന്നെയായിരിക്കും സെലക്ട് ആകുക. റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ഇവിടെ ട്രാൻസ്ഫോമിൽ ഫിറ്റ് ടു കോംബോ കൊടുത്താൽ ഓട്ടോമാറ്റിക് ഇതിൻ്റെ അകത്തോട്ട് ഫിറ്റ് ആവും. ഓക്കെ, നമുക്കത് വരുന്ന ക്ലാസ്സിൽ നമുക്ക് കുറച്ച് നോക്കാം. ഇപ്പം ഇനി ഇവിടെ ജസ്റ്റ് ലെയർ ക്രിയേറ്റ് ആയി. ഈ ലെയർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫോട്ടോഷോപ്പിൽ നമ്മൾ ലെയേഴ്സ് ഉണ്ടല്ലോ, ഫോട്ടോഷോപ്പിലെ ഈ ലെയേഴ്സ് പോലെ തന്നെയാണ്. ശരിക്കും നിങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ അതും ഇതും ഈക്വൽ ആണ്. നോക്കി ആഫ്റ്റർ എഫക്ട്സ് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ലെയർ ഉണ്ട്, അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിലും ഇങ്ങനെ ലെയർ ഉണ്ട്. അതിന് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം, ലോക്ക് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ആ സെയിം സംഭവം ആഫ്റ്റർ എഫക്ട്സിലും ഉണ്ടാവും. നമുക്കിതുണ്ട്, ഹൈഡ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഓഡിയോ ഉണ്ട്, ഓഡിയോ മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ബ്ലെൻഡിങ് ഓപ്ഷൻ ഇതുണ്ടോ, ബ്ലെൻഡിങ് മോഡുകൾ ഒക്കെ പലതുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോഷോപ്പിലും അതുപോലെ തന്നെയുണ്ട്, ഓരോന്നിനും ബ്ലെൻഡിങ് മോഡുകളുണ്ട്. ഫോട്ടോഷോപ്പിൽ സെയിം ഓപ്ഷൻസ് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തുള്ളത്. കുറച്ച് സാധനങ്ങളാണ് അഡ്വാൻസ് ആയിട്ടുള്ള സാധനങ്ങൾ. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഇപ്പോൾ ഉണ്ടോ, അപ്പോൾ ഇനി എനിക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ വെറുതെ സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ടുണ്ട്, ഈ സാധനം പ്ലേ ആകുന്ന കാണാം. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു ഗ്രീൻ ലൈൻ കയറി വരുന്നത് കാണാം. ഈ ഗ്രീൻ ലൈൻ കയറി വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് റെൻഡറിങ് കംപ്ലീറ്റ് ആയി എന്നുള്ളതാണ്. അതായത് ഇത് റെൻഡറിങ് ആണെന്നുണ്ടെങ്കിൽ, ഇതിന് സ്മൂത്ത് ആയിട്ട് പ്ലേ ആകണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രീൻ ഏരിയ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടോ റിയൽ ടൈം ആയിട്ട് പ്ലേ ആവും. കണ്ടോ, ഇപ്പോൾ ഇത് റിയൽ ടൈം ആയിട്ടാണ് പ്ലേ ആകുന്നത്. ഇനി ഈ ഗ്രീൻ ഏരിയ ഇല്ലാത്ത ഏരിയ നോക്കുക. ഇപ്പോൾ ഇവിടെ വെച്ച് ഇത് പ്ലേ ആകുന്ന സ്റ്റക്കായിട്ടായിരിക്കും പ്ലേ ആകുക. ഒന്നിങ്ങനെ ഇതുണ്ട്, ഈ ലൈൻ കണ്ടോ, ഈ ലൈൻ ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് കഴിയുമ്പോഴാണ് ഗ്രീൻ ആകുക. ഗ്രീൻ ആയതിനു ശേഷം നമുക്ക് വീണ്ടും സ്പേസ് ബാർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും കറക്റ്റായിട്ട് പ്ലേ ആകാൻ തുടങ്ങും. ഇത് എപ്പോഴാണ് ഇങ്ങനെ ഗ്രീനും ഇതായിട്ട് മാറുന്നത്? ഇനി ഈ വീഡിയോക്കകത്ത് നമ്മളിവിടെ എന്തെങ്കിലും കുറേ വർക്കുകളും എഫക്റ്റുകളൊക്കെ ആഡ് ചെയ്തു, അപ്പോൾ വീണ്ടും ഇതേപോലെ തന്നെയാവും. അപ്പം വീണ്ടും ഒന്നുകൂടെ സ്പേസ് ബാർ പ്രസ് ചെയ്തതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ വീണ്ടും ഇങ്ങനെ ഗ്രീൻ കയറി വരും. ഗ്രീൻ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്മൂത്തായിട്ട് പ്ലേ ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ വീഡിയോ കാണുന്നത് ഇവിടെ കണ്ടോ, ഈ വിൻഡോയുടെ താഴെ കുറച്ച് ടൂൾസ് ഉണ്ട്. അതെന്താ നോക്കാം. ആദ്യം കണ്ടോ, നമുക്ക് ഈ വീഡിയോ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ക്രീന് ഫിറ്റ് ആയിട്ടിരിക്കും. ഇതിന് ശേഷം ഫിറ്റ് അപ്പ് ടു 100%, പിന്നെ 33%, അങ്ങനെ പല രീതിയിൽ നമുക്ക് വീഡിയോനെ കാണാൻ പറ്റും. ഓക്കെ, ഇനി വേറെ നോക്കേണ്ട സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്കിതുണ്ടോ ആക്ഷൻ സേഫ് ഏരിയ എന്നൊക്കെ പറയുന്നൊരു ഏരിയ ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ സെൻറ്റർ അറിയാൻ പറ്റും. പല നമ്മൾ കണ്ടില്ലേ, പല മൂവിയുടെയും ടോപ്പിലും ബോട്ടത്തിലും ഒരു സ്ട്രിപ്പ് കാണത്തില്ലേ, ബാക്ക് കളറിലുള്ള. അപ്പം അങ്ങനെ സ്ട്രിപ്പ് ഇടാൻ വേണ്ടി നമുക്ക് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റും. അങ്ങനെ പല ഒരു മെഷർമെൻറ്റിന് വേണ്ടിയുള്ള ഒരു ഏരിയയാണ് ഈ സാധനം. ഓക്കെ, പിന്നെ ഗ്രിഡ് ഉണ്ട്, റൂളറുണ്ട്. നമുക്ക് എന്തെങ്കിലും അറേഞ്ച്മെൻറ്റിന് വേണ്ടിയൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ഓഫ് ചെയ്ത് കളയാം. ചെക്ക് ചെയ്ത് കളഞ്ഞ് ഇതെല്ലാം ഓഫ് ആയിക്കോളും. ഉണ്ടോ, റൂളറുണ്ട്, ഫോട്ടോഷോപ്പിൽ വല്ല റൂളറുണ്ട്, നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും. ഓക്കെ, ഇനി അതിന് ശേഷം
ഇതുണ്ടോ, നമ്മൾ എത്രാമത്തെ സെക്കൻഡിലാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് ഇവിടെ ഉണ്ടോ. ഇവിടെ ഒന്നെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് ടൈപ്പ് അവിടെ ഡബിൾ ക്ലിക്ക് കൊടുത്താൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഒക്കെ ടൈംസ് ഇത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഇത് ഈ ലൈൻ വന്ന് നിൽക്കും. ഓക്കെ, അതിനുശേഷം ഇപ്പം ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, സ്ക്രീൻഷോട്ട് വരും. അതിനുശേഷം ആ അതായത് അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ എടുത്ത സ്ക്രീൻഷോട്ട് ഒരെണ്ണം എടുത്തായിരുന്നല്ലോ, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, ആ പഴയ എടുത്ത സ്ക്രീൻഷോട്ട് കാണിച്ചു തരും. ഇതാണ് നമ്മൾ പഴയ എടുത്തിട്ട് സ്ക്രീൻഷോട്ട്. അത് പല സമയത്ത് നമുക്ക് ഉപയോഗം വരും. അത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ അകത്ത് റെഡ് ചാനൽ, ഗ്രീൻ ചാനൽ, അങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ ചാനൽസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് RGBയിലായിരിക്കും കിടക്കുക. പിന്നെ ഫുൾ, അതായത് നമ്മൾ ഇപ്പോൾ വലിയ ഹെവി വീഡിയോ നോക്കുക, അതായത് 4Kയിലുള്ള വീഡിയോ ഒക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് വലിയ ഹ്യൂജ് പ്രൊജക്റ്റാണ്. ആ സമയത്ത് നമ്മളിങ്ങനെ സ്പേസ് ബാർ അടിച്ച് കഴിഞ്ഞാൽ ഇത് പ്ലേ ആവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെവി പ്രൊജക്റ്റാണ്. ആ സമയത്ത് നമുക്ക് റെസൊല്യൂഷൻ കുറച്ചിടണം. ഇപ്പോൾ ഹാഫിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡ് ലോഡാവും. ഇപ്പോൾ അല്ലെങ്കിൽ വീണ്ടും ചെയ്ത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റി ഇവിടെ കുറയും, പക്ഷെ നമുക്ക് കാണാൻ പറ്റും ആക്ച്വൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആക്ച്വൽ ഇത് കാണാൻ പറ്റും നമുക്ക്. ഓക്കെ, അതിനുശേഷം ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഈ റീജിയൻ ഓഫ് ഇൻ്റർസെക്റ്റ് എന്ന സാധനം മനസ്സിലാകുക. ഇത് ഞാൻ കുറേ കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് കുറേ അഡ്വാൻസ് ആയിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി ജസ്റ്റ് എക്സ്പോഷർ കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂടെ എക്സ്പോഷർ അറേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി കൂടാതെ ഇതിൻ്റെ മുകളിൽ ഓരോന്നിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈൻ കാണിച്ചേക്കുന്നത്. ഇത് 5 സെക്കൻഡ്, ഇത് 10 സെക്കൻഡ്, 15 സെക്കൻഡ്, അങ്ങനെ ഒരു സെക്കൻഡ്സാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, കേട്ടോ ഇപ്പം ഈ ലൈൻ ഇവിടെ എത്തുമ്പോൾ ഇത് 5 സെക്കൻഡ് പാസ്സായി, ഇത് 10 സെക്കൻഡ് പാസ്സായി. അങ്ങനെയുള്ള ഒരു നമുക്കൊരു ഇൻഡിക്കേറ്റർ തരുന്ന ഒരു ടൈം ലൈനാണിത്. ഇനി ഇതിപ്പോൾ നമ്മൾ ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ ഇമേജിനെ ഡ്രാഗ് ചെയ്തിട്ടെ, അല്ല വീഡിയോനെ ഡ്രാഗ് ചെയ്തിട്ടെ. ഇനി അത് കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോനെ എടുത്ത് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇതിൻ്റെ അതേ ലെങ്തിൽ ഓട്ടോമാറ്റിക് ഈ വീഡിയോ എത്ര ലെങ്ത് ഉണ്ടായിരുന്നോ അതേ ലെങ്തിൽ ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ആവും. അപ്പോൾ നോക്കി, ആ ഫയലിൻ്റെ പേരിൽ ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ആവും. ഇതിൽ ഡ്രാഗ് ചെയ്ത് ഇതിലോട്ടിട്ടു, കണ്ടോ, ഇതിലോട്ടിട്ടു. ഓക്കെ, സോറി. ഓക്കെ, ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കോമ്പോസിഷൻ ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നോക്കിക്കേ അതേ ലെങ്തിലൊരു വീഡിയോ ക്രിയേറ്റ് ആയി. ഇതൊക്കെ കണ്ടോ, ഇവിടെ നമുക്ക് ടൈം എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് 3 കോമ്പോസിഷൻ ഉണ്ട്. ഒന്ന് ഈ കോമ്പോസിഷൻ. എനിക്ക് ഈ കോമ്പോസിഷനിലോട്ട് ഈ കോമ്പോസിഷനെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇതല്ല നമ്മുടെ കോമ്പോസിഷൻ. ഇപ്പം പ്രോജക്റ്റ് 2നെ വരുത്തണമെന്നുണ്ടെങ്കിൽ പ്രോജക്റ്റ് 2നെ ഡ്രാഗ് ചെയ്ത് ഇതിലോട്ട് ഇട്ടാൽ മതി. കണ്ടോ, അപ്പം ഇപ്പോൾ ഒരു കോമ്പോസിഷനകത്ത് വേറൊരു കോമ്പോസിഷൻ വന്നു, മനസ്സിലായോ? ജസ്റ്റ് ഒരു കോമ്പോസിഷനകത്തോട്ട് വേറെ കോമ്പോസിഷനും ആ കോമ്പോസിഷനോട്ട് വേറെ കോമ്പോസിഷൻ ഉണ്ടാകും. അങ്ങനെയൊക്കെ പല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ഈ ഒരു കോമ്പോസിഷൻ ജസ്റ്റ് എനിക്കിത് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും എങ്ങനെയാണ് നമ്മൾ ഫയൽ സ്ട്രക്ചർ ഹയറാർക്കി എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള കേസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.